Hello my dear students, today we are discussing a new topic, moment of inertia. Moment of inertia. The word inertia is familiar to you. Moment of inertia കേട്ടിട്ടുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, ഇനേർഷ്യ നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ മാസ്. ഇനേർഷ്യ ഈസ് എ മെഷർ ഓഫ് മാസ് ആണല്ലോ. അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷനിൽ മാസിന് അനലോഗായി വരുന്ന ക്വാണ്ടിറ്റിയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. പക്ഷേ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ മാസ്, also on the axis of rotation and the distribution of masses. Distribution of masses means how far the mass particles are revolving with respect to the axis. See, a rigid body revolving with a constant angular velocity. See, about this axis with an angular velocity omega, about z axis. അപ്പോൾ ഇത് ഇവിടേക്ക് y ചൂസ് ചെയ്തിട്ടുണ്ട്, ഔട്ട്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ എക്സും ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എ 3 ഡയമെൻഷണൽ ബോഡിയാണ്. ഇതിൻ്റെ ബൗണ്ടറിയാണ് ഈ കാണുന്നത്. ബൗണ്ടറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈൽ ദ ബോഡി റിവോൾവ്സ് അബൌട്ട് z ആക്സിസ്, all particles of the body revolves with the same angular velocity. Not with the same velocity, same angular velocity. നിങ്ങൾക്കറിയാം, ആക്സിസുമായി വെരി ക്ലോസ് ആയ പാർട്ടിക്കിൾസും ആക്സിസിൽ നിന്നും ഫാർ എപ്പാർട്ടായ പാർട്ടിക്കിൾസും എല്ലാവരും റിവോൾവ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി സെയിം ആണ്. വാട്ട് അബൌട്ട് വെലോസിറ്റി? നോ, വെലോസിറ്റി മേ ബി ഡിഫറൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. വെലോസിറ്റി maximum for particles far away from axis of rotation. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ so many particles. Let us imagine that the rigid body is made of large number of particles, say m1, m2, m3, m4, etc., etc., etc. Last mi, ith particle mi, ദാ അയാളാണ് ഇതെന്ന് വിചാരിച്ചോളൂ, mi. അല്ല, ആംഗുലാർ വെലോസിറ്റി നോ ഡൗട്ട് ഇറ്റ് ഈസ് ഒമേഗ, ആംഗുലാർ വെലോസിറ്റി ഒമേഗ. മാസ് നിങ്ങൾ ചൂസ് ചെയ്തോളൂ, എം ഐ എന്നെടുക്കാം. അയാളുടെ ഒരു വെരി വെരി സ്മോൾ മാസാണ് കേട്ടോ. അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആക്സിസ് അവിടേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആർ ഐ എന്ന് മാർക്ക് ചെയ്യാം. ആർ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഐ എന്ന് പറയുമ്പോൾ ആർ ഐ ith പാർട്ടിക്കിലേക്കുള്ള ഡിസ്റ്റൻസ് എം ഐ. എന്താ കാണിച്ചിരിക്കുന്ന, ഒരു ഗിവൺ ടൈം ഇൻ്റർവെല്ലിൽ അയാൾ റിവോൾവ് ചെയ്തു, ആ ടേൺ ചെയ്തിട്ടുള്ള ആംഗിളാണ് ഡെൽറ്റ തീറ്റ. സോ നിങ്ങൾക്കറിയാം, ഡെൽറ്റ തീറ്റ ബൈ ടൈമാണ് ഒമേഗ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ith പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി കാണണം. പക്ഷേ അയാളുടെ വെലോസിറ്റി നമ്മൾ വി എന്നെടുത്തു, വി. അപ്പോൾ എങ്ങനെയാണ് ആ ith പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നമ്മൾ കാണുന്നത്? Kinetic energy of ith particle is half mi(vi) square, where mi is the mass of that ith particle, vi is the velocity of that particle. കാരണം നമുക്കറിയാം, എല്ലാവർക്കും ഒരേ വെലോസിറ്റി അല്ല. സോ നമുക്ക് വിക്ക് പകരം കൊടുക്കാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വി ഇസ് ഈക്വൽ എല്ലാവർക്കും അറിയാം ആർ ഒമേഗ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. കാരണം ആർ ഡിസ്റ്റൻസ് അകലിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അയാളുടെ വെലോസിറ്റി ആർ ഒമേഗ ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്തു, ദിസ് വി ഐ റീപ്ലേസ്ഡ് വിത്ത് ആർ ഒമേഗ. സോ ആർ ഐ ഒമേഗ സ്ക്വയർ, നോട്ട് ഒമേഗ ഐ സ്ക്വയർ. എന്തുകൊണ്ടാണ് ഒമേഗ ഐ എന്ന് കൊടുക്കാതിരുന്നത്? എല്ലാവർക്കും ഒരേ ആംഗുലാർ വെലോസിറ്റി ആയതുകൊണ്ട് അവിടെ ഒമേഗ ഐ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആർ ഐ കൊടുക്കണം, ബിക്കോസ് ആർ മേ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ്. ക്ലിയർ ആവുണ്ടല്ലോ അല്ലേ? അത് കിട്ടി. നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടണം. അതായത് ഈ റിജിഡ് ബോഡി റിവോൾവ് ചെയ്യുമ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സമ്മേഷൻ എടുക്കും, സം എടുക്കാനുള്ള പ്രൊസീജിയറാണ് ടോട്ടൽ കൈനറ്റിക് എനർജി കെ. ആദ്യം എഴുതിയത് ഒരു പാർട്ടിക്കിളിനെ മാത്രമാണ്, പിന്നെ നമ്മൾ ടോട്ടലാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ സിഗ്മ ഇ ഈക്വൽ ടു 1 to n
കെ ഐ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഈസ് എ കോൺസ്റ്റൻറ്റ് പുറത്തോട്ട് എടുത്തു. ഒമേഗ സ്ക്വയറും പുറത്തോട്ട് എടുക്കാം, കാരണം എന്താണ്? ഒമേഗ സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദെൻ ബാക്കി സിഗ്മ ഐ ഈക്വൽ ടു 1 to n എം ഐ ആർ ഐ സ്ക്വയർ. സീ ദിസ് ടേം എം ഐ ആർ ഐ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ദ സിഗ്മ ഐ ഈക്വൽ ടു 1 to n എം ഐ ആർ ഐ സ്ക്വയർ ഈസ് കോൾഡ് moment of inertia of this rigid body about this as axis. So K is equal to half I omega square. അപ്പോൾ നമ്മൾ ഈ റിജിഡ് ബോഡിയുടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പറയുമ്പോൾ we use the equation half I omega square. This I is, it's a new term for you, that I is called moment of inertia of the rigid body about that z axis. സോ ഐ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? ഐ ഇസ് ഈക്വൽ ടു സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ. എം ഐ ആർ ഐ സ്ക്വയർ. ഐയുടെ വാല്യൂ 1 മുതൽ ഏതുവരെ എക്സ്റ്റെൻഡ് ചെയ്യണം? n വരെ ആണല്ലോ. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നോക്കൂ, ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ മാസ്, ആൾസോ ഓൺ Ri. Ri means the distance from the axis. So moment of inertia depends not only on mass, also on mass distribution. Mass distribution means how far the mass particles are arranged from the axis of rotation. Clear ആവുന്നുണ്ടല്ലോ അല്ലേ? മാത്രമല്ല എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്സിസ്. നിങ്ങൾ ആക്സിസ് എങ്ങനെ ചൂസ് ചെയ്തെന്നും കൂടെ അറിയണം. കാരണം ഡിഫറെൻറ്റ് ആക്സിസുകളിൽ ഡിഫറെൻറ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, ഇതാ ഇപ്പോൾ PSK സാർ, ഞാനിങ്ങനെ നിൽക്കുന്നു, എനിക്കൊരു ടോർക്ക് കിട്ടി. ടോർക്ക് കിട്ടിയപ്പോൾ ഞാൻ റിവോൾവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോഴാണോ അതോ എൻ്റെ കൈയും കാലെല്ലാം ഔട്ട് സ്ട്രെച്ച് ചെയ്തു, എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ടോർക്ക് കിട്ടി, ഞാൻ റിവോൾവ് ചെയ്തു? ഇൻ വിച്ച് കേസ് മാസ് ഓഫ് മൈ ബോഡി ഈസ് ഗ്രേറ്റർ? കമോൺ, കേസ് 1, കേസ് 2, ഏതിലാണ് എൻ്റെ മാസ് കൂടുതൽ? കമൻറ്റ് ചെയ്തോളൂ. 1 ആണോ 2 ആണോ? നോ ഡൗട്ട് മാസ് ഇൻ ബോത്ത് ദ കേസസ് ആർ സെയിം അല്ലേ? എൻ്റെ മാസ് ഇപ്പം 90 കിലോഗ്രാം ആണെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്നാലും ഞാൻ ഇങ്ങനെ നിന്നാലും ഞാൻ ഇങ്ങനെ നിന്നാലും എൻ്റെ മാസ് സെയിം ആണ്. പക്ഷേ എൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെയിം അല്ല. ഇതാ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദിസ് ആസ് ആക്സിസ്. നിങ്ങൾ സെഡ് ആക്സിസ് എൻ്റെ തലയിലൂടെ തുളച്ച് കയറി ബോഡിയിലൂടെ കയറി കാലിലൂടെ പുറത്തോട്ട് വന്നു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസിൽ എൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മിനിമവും ഇതാ ഇങ്ങനെ നിൽക്കുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുന്നു. മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാക്സിമത്തിലോട്ട് പോകുന്നു. സോ ഈ മാസ് ഉണ്ടല്ലോ, കൈ ഹാൻഡിൻ്റെ മാസ്, അത് അകലേക്ക് പോകുമ്പോൾ എൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസ് ആവുന്നു. സോ ഇൻ ഷോർട്ട്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ മാസ്, ആൾസോ ഓൺ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് മാസ് ഡിസ്ട്രിബ്യൂഷൻ. Mass distribution means how far the mass particles are arranged from the axis of rotation. ഞാൻ ചോദിക്കട്ടെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സ്കേലാർ ആണോ വെക്ടർ ആണോ? സ്കേലാർ ആണോ വെക്ടർ ആണോ? ഇതിന് നമ്മൾ സാധാരണ വെക്ടർ സിമ്പിൾ ഇടാറില്ല. അപ്പോൾ വെക്ടർ അല്ല, സ്കേലാർ ആണോ? സ്കേലാറായിട്ടും ട്രീറ്റ് ചെയ്യാറുണ്ട്, സംടൈംസ് വെക്ടറായിട്ടും ട്രീറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഹയർ ലെവലിലോട്ട് പോകുമ്പോഴാണ് നമ്മളതിനെ വേറെ അപ്രോച്ചുകൾ കൊണ്ടുവരുന്നത്. പ്രിസൈസായി പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് എ ടെൻസർ. ഞാൻ പറഞ്ഞിരുന്നു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു സ്കേലാർ, വെക്ടർ, ടെൻസർ റേഷ്യോ. അതിൽ ടെൻസർ ക്വാണ്ടിറ്റിയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. നിങ്ങൾ 11th പഠിക്കുന്ന ഒരു എക്സാമ്പിളാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർ ടെൻസർ ക്വാണ്ടിറ്റി. ഈ എന്താണ് ടെൻസർ? ടെൻസർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നോക്കൂ. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ നമുക്ക് മാസ് മാത്രം അറിഞ്ഞാൽ പോരാ. എന്തുകൂടെ അറിയണം? നമുക്ക് ആക്സിസിൽ നിന്നും മാസ് പാർട്ടിക്കിൾസ് എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നും കൂടെ അറിയണം. അതായത് വി നോ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ബട്ട് വി നീഡ് സം മോർ പാരാമീറ്റേഴ്സ് ടു ഡിഫൈൻ ദാറ്റ് ക്വാണ്ടിറ്റി പ്രിസൈസ്ലി. സച്ച് ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ടെൻസർ. Come on, what is tensor? Quantities having magnitude and maybe direction also, but we can't define that quantity completely.
to define the quantity, we need some more parameters. That type of quantities are called tensor. Example, moment of inertia. Clear അല്ലേ? അപ്പോൾ ലീനിയർ മോഷനിൽ മാസ് പ്ലേ ചെയ്യുന്ന റോളാണ് റൊട്ടേഷണൽ മോഷനിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലേ ചെയ്യുന്നത്. മാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷനും അറിയണം, അതുപോലെ ആ ക്വാണ്ടിറ്റി ഓഫ് മാസ്, അതിലെ മാസ് പാർട്ടിക്കിൾസ് എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ക്ലിയർ അല്ലേ? യൂണിറ്റ് പിന്നെ കുഴപ്പമില്ല, മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ. SI യൂണിറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് എ പോയിന്റ് മാസ്. നോക്കൂ, എ പോയിന്റ് മാസ് m at a distance r from the axis, r is the perpendicular distance കേട്ടോ. ഇപ്പോൾ ബോഡി റിവോൾവ് ചെയ്യുന്നു, റിവോൾവ് ചെയ്യുന്ന പ്ലെയിൻസ് XY പ്ലെയിൻ എന്ന് വിചാരിച്ചോളൂ. XY പ്ലെയിനിലാണ് ബോഡി റിവോൾവ് ചെയ്യുന്നത്. ഇത് Z ആക്സിസ് ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ Z ആക്സിസിനെ ബേസ് ചെയ്ത് XY പ്ലെയിനിൽ ബോഡി റിവോൾവ് ചെയ്യുന്നു. ആ സമയത്ത് ആ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈക്വൽ ടു mr square. M is the mass of the particle, r is the perpendicular distance or distance from the axis to the body. Clear അല്ലേ? അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r സ്ക്വയർ. സെയിം മാസുള്ള ബോഡി അകലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും. ഇപ്പോൾ ആക്സിസിൽ നിന്നും ബോഡി അകലേക്ക് പോകുന്തോറും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയെ റിവോൾവ് ചെയ്യിക്കാൻ ഇനീഷ്യലി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ടോർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ടോർക്ക് എത്ര കൊടുക്കേണ്ടി വരുമെന്ന് അറിയണമെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് മാസിനെക്കുറിച്ച് നമുക്ക് ഇനേർഷ്യയെക്കുറിച്ച് അറിയണമായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അനലോഗായി വരുന്ന ക്വാണ്ടിറ്റിയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ നിങ്ങളോട്, എൻ എലിഫൻറ്റ് ആൻഡ് എൻ ആൻഡ്, ആർക്കാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? ആനയ്ക്കാണോ ഉറുമ്പിനാണോ? നിങ്ങൾക്കറിയാം മാസ് ഓർ ഇനേർഷ്യ പറയുകയാണെങ്കിൽ നോ ഡൗട്ട് മാസ് ഓഫ് എലിഫൻറ്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആൻഡ് ആണല്ലോ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആർക്കാണ് കൂടുതൽ? നോക്കൂ, ഒരേ ഡിസ്റ്റൻസിലാണ് കറങ്ങുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഒരു ആനയെ എടുക്കുന്നു, ആന കറങ്ങുന്നു, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടു. അതിനുശേഷം അതേ പ്ലേസിൽ തന്നെ നമ്മൾ ആരെ കൊണ്ടുവരുന്നു? ഒരു ഉറുമ്പിനെ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ നോ ഡൗട്ട് moment of inertia of elephant is greater than moment of inertia of ant. ഒരു ഡൗട്ടും ഇല്ല. Is there any chance for moment of inertia of elephant equal to moment of inertia of ant? My question. Yes. എപ്പോൾ പറ്റും? അതായത് elephant is close to the axis, means this is axis, ക്ലോസ് ആയിട്ട് കറങ്ങുന്നു. ആൻഡ് ഒരുപാട് അകലെ കറങ്ങുന്നു. മാസ് കുറവാണ്, പക്ഷെ ഒരുപാട് അകലെയാണ് പോയി കറങ്ങുന്നതെങ്കിൽ മേ ബി ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എലിഫൻറ്റ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻഡ്. അതായത് ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ മാസ്, ആൾസോ ഓൺ ദറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ. ആക്സിസിൽ നിന്നും ആനയായാലും ഉറുമ്പായാലും എത്ര അകലത്തിലാണ് ആ മാസുകളെ, അതായത് ആ ബോഡികളുടെ സെൻറ്റർ ഓഫ് മാസിനെ എവിടെ കൊണ്ടുപോയി വെച്ചു എന്നും കൂടെ അറിയണം എന്നാണ്. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ നോക്കാം. ഒരുപാട് പേര് ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? ഓക്കെ, യെസ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. നോക്കൂ, ഒരു ആക്സിസ്, ആ ആക്സിസിനെ ബേസ് ചെയ്ത് കുറേ മാസുകളുണ്ട്, M1, M2, M3 എക്സെട്ര. അവരുടെയൊക്കെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് R1, R2, R3, R4 എക്സെട്ര, Rn. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ I is equal to M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ പ്ലസ് M3 R3 സ്ക്വയർ പ്ലസ് ഫൈനലി Mn Rn സ്ക്വയർ. മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാറുള്ളൂ, I is equal to സിഗ്മ MIRI സ്ക്വയർ. ഹിയർ I ഫ്രം 1 to n, ഐയുടെ വാല്യൂ 1 മുതൽ n വരെ പോകാം കേട്ടോ. അപ്പോൾ ഈ കേസിൽ ഇതിപ്പോൾ നമുക്കറിയാം റിജിഡ് ബോഡി അല്ല, കുറേ ബോഡികളാണ്. ഇവരെല്ലാം ഓരോരുത്തരും ഓരോരോ റിജിഡ് ബോഡിയാക്കി എടുത്തോളൂ. പക്ഷേ എല്ലാവരും റിജിഡ് ആസ് എ സിസ്റ്റം അത് റിജിഡ് ബോഡി അല്ലല്ലോ. അപ്പോൾ എല്ലാവരുടെയും ആംഗുലാർ വെലോസിറ്റി സെയിം ആവാം, ആംഗുലാർ വെലോസിറ്റി ഡിഫറൻ്റ് ആവാം, സെൻസ് ഓഫ് റൊട്ടേഷൻ ഡിഫറൻ്റ് ആവാം. ചിലപ്പോൾ M1ഉം M2ഉം ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങണു, M3ഉം M4ഉം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നു. അങ്ങനെയാണെങ്കിലും
ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ 2 പേർക്ക് പ്ലസും 2 പേർക്കും മൈനസും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇയാൾ സ്കേലാറാണോ വെച്ചാൽ സ്കേലാറും അല്ല വെക്ടറും അല്ല. ഞാൻ പറഞ്ഞു യുണീക്കായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ടെൻസർ എന്നാണ് പറയുന്നത്, ടെൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ നോ മാറ്റർ. ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ എല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇയാൾക്കൊരു ടോർക്ക് കിട്ടിയപ്പോൾ അയാൾ ക്ലോക്ക് വൈസായിട്ട് കറങ്ങി, ഇയാൾക്ക് ഇങ്ങനൊരു ടോർക്ക് കിട്ടിയപ്പോൾ അയാൾ ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് കറങ്ങി. 2 പേരുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ രണ്ടും കൂടെ ആഡ് ചെയ്യണം. m1r1² + m2r2². ഒരിക്കലും മൈനസ് എടുക്കരുത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി. ഒരു റിജിഡ് ബോഡി, സേ ദിസ് വൺ, ഇറ്റ്സ് ബൗണ്ടറി. ബൗണ്ടറി ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സെഡ് ആക്സിസിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്യുന്നു. ഇങ്ങോട്ട് y ആക്സിസ് ഉണ്ട്, ഇങ്ങോട്ട് x ആക്സിസ് ഉണ്ട്. അപ്പോൾ സേ ബോഡി XY പ്ലെയിനിൽ റിവോൾവ് ചെയ്യുന്നു. ആക്സിസ് ഓഫ് റൊട്ടേഷൻ സെഡ് ആണ്, ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. ആ സമയത്ത് ആ ബോർഡറെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ ചെയ്യുന്ന പ്രൊസീജിയർ, ലെറ്റ് us imagine the rigid body is made up of large number of small masses, samples. അപ്പോൾ അതിലൊരു സാമ്പിൾ മാസാണ് സേ dm. That dm is at a distance r from the axis of rotation. അപ്പോൾ നമ്മളൊരു എലമെൻ്റൽ മാസ് എടുത്തു dm. ആ എലമെൻ്റൽ മാസ് ആക്സിസിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയാണ്. അങ്ങനെയാണെങ്കിൽ ആ എലമെൻ്റൽ മാസിൻ്റെ മാത്രം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് di. di ഈസ് ഈക്വൽ dm × r². അപ്പോൾ എന്താ di? ആ റിജിഡ് ബോഡിയിലെ ഒരു എലമെൻ്റൽ മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് di. dm എന്ന് പറയുമ്പോൾ ആ എലമെൻ്റൽ മാസ്, r എന്ന് പറയുമ്പോൾ ആ എലമെൻ്റൽ മാസിലോട്ട് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇതുപോലൊരു പ്രൊസീജിയർ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് കാണാനും അഡോപ്റ്റ് ചെയ്തിരുന്നു. ദെൻ നമുക്ക് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദ റിസൾട്ട്. I ഈക്വൽ ടു ഇൻ്റഗ്രൽ dm × r². നിങ്ങൾ മെമ്മറിയിൽ വെച്ചോളൂ ആ ഇക്വേഷൻ. കാരണം ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ബോഡികളുടെ, സേ റിങ്, ഡിസ്ക്, സോളിഡ് സ്ഫിയർ, ഹോളോസ്ഫിയർ, കോൺ, അങ്ങനെ ഒരുപാട് പേരുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ അറിയണം. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ആരുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്? ഡിപ്പെൻഡ്സ് ഓൺ ഷേപ്പ് ഓഫ് ദ ബോഡി. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഷേപ്പ് ഓഫ് ദ ബോഡി. ക്ലിയർ അല്ലേ? ദെൻ ജനറലായിട്ട് പറയുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ ആരൊക്കെ ആയിട്ട് ഡിപ്പെൻഡഡ് ആണ്? ദ ഫസ്റ്റ് മാസ് ഓഫ് ദ ബോഡി. ഇതെല്ലാവർക്കും അറിയാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ കണ്ടു. സിംഗിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ mr² അല്ലേ? അപ്പോൾ നോ ഡൗട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ മാസ്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു മാസ് മാത്രമാണോ? അല്ല. നമുക്കറിയാം ഇനേർഷ്യ എന്ന് പറയുമ്പോൾ മാസുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ആരുമായിട്ടും കണക്ഷൻ ഉണ്ട്? സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി. ബോഡിയുടെ സൈസ്, ഷേപ്പ്. അതുപോലെ തന്നെ എന്തുമായിട്ടും ഡിപ്പെൻഡഡ് ആണ്? പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. എന്താണ് അതിൻ്റെ മീനിങ്? അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ആക്സിസ് മാറുമ്പോൾ എന്ത് മാറുന്നു? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറുന്നു. അതുപോലെ തന്നെ സെയിം ബോഡി തന്നെ ആക്സിസിന് അകലേക്ക് പോയാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറുന്നു. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി, പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇൻ ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ മാസ് ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയും. മാസ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ആക്സിസുമായി വിത്ത് റെസ്പെക്ട് ടു ആക്സിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാസ് പാർട്ടിക്കിൾസ് എവിടെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? നോക്കൂ, NCERT ബുക്കിൽ കൊടുത്ത 2 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. നോട്ട് നമ്പർ 1, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ പാർട്ടിക്കിൾ ഇറ്റ് സെൽഫ് വിൽ ബി 0. അപ്പോൾ സേ ഒരു പാർട്ടിക്കിൾ എടുത്ത്, നിങ്ങളൊരു പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് വെരി വെരി സ്മോൾ പോയിൻ്റ് മാസ് എന്ന് വിചാരിച്ചോളൂ. ഇനി നിങ്ങളൊരു ആക്സിസ് ചൂസ് ചെയ്തു. ആക്സിസ് ഏതിലൂടെ തന്നെ പാസ് ചെയ്തു? ആ ബോഡിയിലൂടെ തന്നെ പാസ് ചെയ്തു.
ആ ആക്സിസിനെ ബേസ് ചെയ്താണ് ബോഡി കറങ്ങുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ about an axis passing through the particle itself. ആക്സിസ് ഇതിലൂടെ തന്നെ പോയി, പാർട്ടിക്കിളിലൂടെ തന്നെ പോയി. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മാസ് എം ആണെങ്കിൽ അയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അപ്രോക്സിമേറ്റ്ലി നമ്മൾ 0 എന്ന് എടുക്കുന്നു. കാരണം നമുക്കറിയാം ഒരു പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ പിന്നെ അയാളെ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അസംഷൻ എന്ന് പറയുമ്പോൾ മാസുകളെല്ലാം അപ്രോക്സിമേറ്റ്ലി എവിടെ തന്നെയാണ്? ആക്സിസിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ ആർ ഉണ്ടല്ലോ, ആറിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0 ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 0. അപ്പോൾ പോയിന്റ് ഓർമ്മിച്ച് വെച്ചോളൂ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ പാർട്ടിക്കിൾ ഇറ്റ് സെൽഫ് ഈസ് 0. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ നോക്കൂ. എന്താ കൊടുത്തിരിക്കുന്നത്? എനി ബോഡി ക്യാൻ ഹാവ് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഒരേ ബോഡിക്ക് തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുമെന്ന്. കറക്റ്റാണോ? നോക്കാം. ആസ് ആൻ എക്സാമ്പിൾ നിങ്ങളൊരു ക്യൂബ് എടുത്തോളൂ. ക്യൂബ് ഇപ്പോൾ ക്യൂബിന് ഒരുപാട് ആക്സിസുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഇതാണ് ആക്സിസ്. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഫേസ്. ഒരു ഫേസ് അപ്പർ ഫേസ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ലോവർ ഫേസും പെർപെൻഡിക്കുലർ ടു ദ ഫേസസ്. ഇങ്ങനെ വന്നാൽ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1 എന്ന് വിചാരിച്ചു. I1. ഓക്കെ. എന്നാൽ വേറൊരെണ്ണം എടുക്കാം. നിങ്ങൾ നോക്കൂ. ഇങ്ങനെ ഒരു ആക്സിസ് എടുത്തു. ബോഡി ഡയഗണൽ. ഈ ബോഡി ഡയഗണലിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഒരേ മാസ, പക്ഷേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിഫറെൻറ്റാ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എഡ്ജിന് പാരലായിട്ട് ഒരു ആക്സിസ് എടുക്കാതെ എങ്ങനെ എടുക്കാം. വേറെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ഒരു ബോഡിക്ക് തന്നെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതേ ബോഡി തന്നെ ഞാൻ ആക്സിസ് ഇവിടെ ചൂസ് ചെയ്തു, എന്നിട്ട് ഇവിടുന്ന് 6 ഡിസ്റ്റൻസ് അകലെ അതിന് ഈ ആക്സിസിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വേറെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, എനി ബോഡി ക്യാൻ ഹാവ് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പക്ഷേ നിങ്ങളൊന്ന് മനസ്സ് വെച്ച് പഠിച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് ഒരു എൻറ്റയർലി ന്യൂ ക്വാണ്ടിറ്റി വരുന്നു. റേഡിയസ് ഓഫ് ഗൈറേഷൻ. കേട്ടിട്ടുണ്ടോ? റേഡിയസ് ഓഫ് ഗൈറേഷൻ. നോക്കാം എന്താണെന്ന്. ആദ്യം നിങ്ങൾ കുറേ പാർട്ടിക്കിൾസ് എടുത്തു. M1, M2, M3, M4, M5 എക്സെട്ര Mn. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? M1r1² പ്ലസ് M2r2² പ്ലസ് M3r3² എക്സെട്ര Mn(Rn²) ആണല്ലോ. ആ സിസ്റ്റത്തിനെ നിങ്ങൾ ആക്ച്വൽ സിസ്റ്റം എന്ന് വിളിച്ചോളൂ. ആക്ച്വൽ സിസ്റ്റം. അപ്പോൾ കൺസിഡർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഓർ എ റിജിഡ് ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് as shown in figure. Moment of inertia about the axis is given by I is equal to M1r1² plus M2r2² plus etc. Mn(Rn²). This is the total moment of inertia. ഇവിടെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള മാസ് പാർട്ടിക്കിൾസ് ആണ്. ഡിസ്ക്രീറ്റ് ആവണം എന്നുള്ളത് കമ്പൽസറി അല്ല. അതൊരു റിജിഡ് ബോഡി ആവാം. നോക്കൂ, അതുകൊണ്ടാണ് കൺസിഡർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഓർ എ റിജിഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടെയാണെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. ആ വാല്യൂ നമുക്ക് കിട്ടി. I. ഇനി നമ്മൾ ചെയ്തത് എന്താ അറിയോ? ഈ മാസുകളെല്ലാം കൂടെ ഒരുമിച്ചാക്കി. M1, M2, M3 എല്ലാം കൂടെ ഒരുമിച്ചാക്കി M എന്നെടുത്തു. M. ഓക്കെ. ആ M മാസുള്ള ബോഡി എന്ന് പറയുമ്പോൾ അതിന് മീനിങ് എന്താ അറിയോ? ഈ M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് M4 പ്ലസ് എക്സെട്ര അതെല്ലാം കൂടെ ചേർന്നതാണ് M. ഓക്കെ. ആ M മാസ് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണോ അതേ വാല്യൂ വരാൻ ദ എൻറ്റയർ മാസ് ഷുഡ് റിവോൾവ് അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. അതൊരു യുണീക്ക് ഡിസ്റ്റൻസാണ്. ഏതോ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കറങ്ങിയാൽ മാത്രമേ ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ
ഈ ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യയോട് ഈക്വൽ ആവും. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇയാളുടെ മാസ് ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള മാസിൻ്റെ സമ്മാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് എം മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യ കണ്ടുപിടിക്കുമ്പോൾ ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യ കിട്ടാൻ വേണ്ടി ഈ ഇക്വിവാലൻറ്റ് സിസ്റ്റം എത്ര ഡിസ്റ്റൻസ് അകലെ പോയാണോ കറങ്ങേണ്ടത് ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ സിസ്റ്റം. നോക്കൂ, സപ്പോസ് ദ ഓൾ മാസ് ഓഫ് ദ സിസ്റ്റം എം കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ് and placed at a distance k from the axis, then moment of inertia of the equivalent system I is equal to mk square. അപ്പോൾ എന്താണ് കെയുടെ ഇമ്പോർട്ടൻസ്? ഈ ഐയും അതായത് ഇക്വിവാലൻറ്റ് സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും അതുപോലെ ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതാണ്ടോ ഇക്വേറ്റ് ചെയ്തു. എം കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു m1r1 സ്ക്വയർ പ്ലസ് m2r2 സ്ക്വയർ പ്ലസ് എക്സെട്ര mnrn സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഐ? രണ്ട് രീതി പറയാം. എം കെ സ്ക്വയർ എന്നും പറയാം, m1r1 സ്ക്വയർ പ്ലസ് m2r2 സ്ക്വയർ എന്നും പറയാം, പ്ലസ് എക്സെട്ര എക്സെട്ര mnrn സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാ കിടക്കുന്നു കെ സ്ക്വയർ. കെ എന്ന് പറയുമ്പോൾ റൂട്ട് ഐ ബൈ എം. എങ്ങനെ കിട്ടി? ദ ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ. കെ ഈസ് ഈക്വൽ റൂട്ട് ഐ ബൈ എം, വേർ ഐ ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിസ്റ്റം ഓർ ഇക്വിവാലൻറ്റ് സിസ്റ്റം. രണ്ടും ശരിയാണ്. എം എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ്. അപ്പോൾ റിജിഡ് ബോഡി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിജിഡ് ബോഡി ആണെങ്കിൽ ആദ്യം നിങ്ങൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം എബൌട്ട് ദാറ്റ് ആക്സിസ്. എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യും, ഈ എൻറ്റയർ മാസ് ആക്സിസിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ പോയി കറങ്ങുമ്പോൾ അതേ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടണം. അതേ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ വേണ്ടി ആക്സിസിൽ നിന്നും എത്ര അകലത്തിലാണോ ദ എൻറ്റയർ മാസ് റിവോൾവ് ചെയ്യുന്നത് ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇപ്പോൾ മെക്കാനിക്സിൽ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്നൊരു ടേമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഏത് ആക്സിസിലാണ് ബോഡി റിവോൾവ് ചെയ്തതെന്ന് അറിഞ്ഞാൽ മാത്രമേ ബോഡിയുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ പറയാൻ കഴിയൂ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് NCERT ബുക്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി എബൌട്ട് ആൻ ആക്സിസ് മേ ബി ഡിഫൈൻഡ് ആസ് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് എ mass point whose mass is equal to mass of the whole body and whose moment of inertia is equal to moment of inertia of the body about the axis. മനസ്സിലായോ? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി. ബോഡി ഇവിടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയാം, നോ ഇഷ്യൂ. റിജിഡ് ബോഡി ഓർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഡിഫൈൻഡ് ആസ് distance from the axis of a mass point. Distance from the axis of a mass point. Mass point whose mass is equal to come on, mass of the whole body. ഞാൻ പറഞ്ഞല്ലോ m equal to m1 plus m2 plus m3 plus etc. mn ആണെന്ന്. all mass of the body. And whose moment of inertia, അതാണ് ഇമ്പോർട്ടൻറ്റ്, and whose moment of inertia is equal to moment of inertia of the body about the axis. Here moment of inertia of the body is equal to moment of inertia of the actual system, that is moment of inertia of that n number of particles. ക്ലിയർ അല്ലേ? ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു സിസ്റ്റം കൺസിഡർ ചെയ്തു. സോ മെനി പാർട്ടിക്കിൾസ് ആർ ദർ. അവരുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾ കണ്ടു എബൌട്ട് ദിസ് ആക്സിസ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എല്ലാ മാസുകളെയും കൂടെ ഒരുമിച്ച് സിംഗിൾ പോയിന്റിലോട്ട് മാറ്റി ആ മാസ് ഏതോ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ പോയി കറങ്ങിയാൽ മാത്രമേ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയോട് ഈക്വൽ ആവൂ. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? മീറ്റർ. ഇറ്റ്സ് എ ഡിസ്റ്റൻസ് കേട്ടോ. അതായത് നമുക്ക് ഈ റൊട്ടേഷണൽ ക്വാണ്ടിറ്റികളെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ആരുമായിട്ട് കണക്ഷനുണ്ട്? ആക്സിസ് ഓഫ് റൊട്ടേഷനുമായിട്ട് കണക്ഷനുണ്ട്. ഏത് ആക്സിസിലാണ് ബോഡി റിവോൾവ് ചെയ്യുന്നത് അറിഞ്ഞാലാണ് ആ റിജിഡ് ബോർഡറെ നമുക്ക് എന്ത് പറയാൻ കഴിയുള്ളൂ? റേഡിയസ് ഓഫ് ഗൈറേഷൻ പറയാൻ കഴിയുള്ളൂ. റിങ്, ഡിസ്ക്, അതുപോലെ സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ, ഇവർക്കെല്ലാം നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയാറുണ്ട് ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ, അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, രണ്ടും നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ റിജിഡ് ബോഡിയുടെ കേസിലോട്ട് വന്നു അല്ലേ? ഇപ്പോൾ റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റിജിഡ് ബോഡിയാക്കി എടുക്കാം.
അപ്പോൾ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏതാ ആക്സിസ്? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പറയുമ്പോൾ നമ്മൾ ആദ്യമേ ആക്സിസ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ എടുക്കുന്നു, നിങ്ങളിതാ ഒരു റിങ് എടുക്കുന്നു, ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ റിങ്. Once again, axis passing through center and perpendicular to plane of the ring. നോക്കൂ, അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ നിങ്ങൾ കണ്ടു. ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതിയിരുന്നു, ഒരു എലമെൻ്റൽ മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പോൾ DI ഈസ് ഈക്വൽ ടു DM ഇൻറ്റു ആർ സ്ക്വയർ എന്നും ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ഇൻറ്റഗ്രൽ DM ഇൻറ്റു ആർ സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ DM എന്ന് പറയുമ്പോൾ ആരായിരിക്കും? DM എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ നോക്കൂ, എല്ലാ മാസുകളും DM ഓരോ എലമെൻ്റൽ മാസുകളായിട്ട് മുറിച്ചാൽ എല്ലാ DMഉം R ഡിസ്റ്റൻസ് അകലെയാണ്. എന്നാലും ഞാൻ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, DM എന്ന് പറയുമ്പോൾ ആകെയുള്ള മാസ് ക്യാപിറ്റൽ M, ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ബൈ ടോട്ടൽ ലെങ്ത്. റിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? റിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പെരിമീറ്റർ 2πr, വേർ R ഈസ് ദ റേഡിയസ് ഓഫ് ദ റിങ് ഇൻറ്റു DL. ക്ലിയർ ആയോ? അത് ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത് ഇൻറ്റു എലമെൻ്റൽ ലെങ്ത്. DM മാസ്, അതിൻ്റെ ലെങ്ത് ആണ് DL. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത് ഇൻറ്റു റിക്വയർഡ് ലെങ്ത്. ക്ലിയർ അല്ലേ? അപ്പോൾ DI ഈസ് ഈക്വൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? DI ഈസ് ഈക്വൽ DM ഇൻറ്റു ആർ സ്ക്വയർ. DM ഇൻറ്റു ആർ സ്ക്വയർ ആണല്ലോ. ഇനി ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എവിടെ നിന്ന് എവിടേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? 0 to 2πr. കാരണം DL എന്ന് പറയുന്ന ലെങ്ത്ത്, ടോട്ടൽ DL ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2πr അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ 0 to 2πr ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, DM ഇൻറ്റു ആർ സ്ക്വയർ. DMന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ആര് കോൺസ്റ്റൻ്റ് ആണ്? ക്യാപിറ്റൽ M കോൺസ്റ്റൻ്റ് ആണ്, 2 കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്, R കോൺസ്റ്റൻ്റ് ആണ്. ന്യൂമറേറ്ററിലൊരു ആർ സ്ക്വയർ വരുന്ന അതും പുറത്തോട്ട് വന്നു അല്ലേ. ദെൻ ഇൻറ്റഗ്രൽ DL എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇൻറ്റഗ്രൽ DL ആരാണ്? ഇൻറ്റഗ്രൽ DL ഈസ് ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ലെങ്ത് ഈസ് ഫ്രം 0 to 2πr. അങ്ങനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നു ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ mr സ്ക്വയർ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, moment of inertia of a ring about an axis passing through center and perpendicular to its plane is I is equal to mr square. So moment of inertia of ring about this as axis depends not only on mass of the ring, also on radius. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്ക്, ഏത് എലമെൻ്റൽ മാസ് എടുത്താലും അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആരാണ്? കമോൺ, ക്യാപിറ്റൽ ആർ അല്ലേ. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ആർ വരുന്നത്? എല്ലാ മാസ് പാർട്ടിക്കിൾസും അപ്രോക്സിമേറ്റ്ലി സെയിം ഡിസ്റ്റൻസ് എവേ ഫ്രം ദ ആക്സിസ്. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ റിങ്ങിൻ്റെ തിക്നെസ് നെഗ്ലിജിബിൾ ആണെന്ന് വിചാരിക്കണം. എന്നാലാണ് എല്ലാ മാസ് പാർട്ടിക്കിൾസും നിയർലി ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ക്ലിയർ ആയി, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ മാസ്, also on how far the mass particles are arranged from the axis of rotation. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇതുപോലെ തന്നെ എബൌട്ട് ഡയമീറ്റർ വരാം, അതായത് റിങ് അതിൻ്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് കറങ്ങാം. അതുപോലെ റിങ് ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ വരാം. അതുപോലെ റിങ് ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ വരാം. ഏത് ആക്സിസ് വേണമെങ്കിലും വരാം. ഇത് കണ്ടുപിടിക്കാൻ ഒരു സ്പെഷ്യൽ തിയറമുണ്ട്, പാരലൽ ആക്സിസ് തിയറം. അതുപോലെ തന്നെ വേറൊരു തിയറമുണ്ട്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഈ രണ്ട് തിയറംസും ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആ ആക്സിസുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ പാർട്ട് നമുക്ക് ആ തിയറംസ് പഠിച്ചതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ mr സ്ക്വയർ ഫോർ റിംഗ്. ഓക്കെ, സെയിം ആക്സിസ് ഡിസ്കിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും നോക്കാം. ഡിസ്ക് യൂണിഫോംലി തിക്കായിട്ടുള്ള ഡിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, ഒരു ഡിസ്ക് ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ഡിസ്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്ക് എങ്കിൽ ആക്സിസ് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ?
ഈ ആക്സിസിൽ തന്നെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ് അത് റിവോൾവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്ര? അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിഞ്ഞാൽ മാത്രമേ എത്ര ടോർക്കാണ് ആവശ്യം, അതായത് ബോഡിയെ റിവോൾവ് ചെയ്യിക്കാൻ, എബൌട്ട് ദാറ്റ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാൻ എത്ര ടോർക്ക് വേണം എന്നുള്ളതിൻ്റെ മെഷറാണ് ശരിക്കും ആര്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാം. എങ്ങനെ കാണും? ദാ ടോട്ടൽ മാസ് ഓഫ് ദ ഡിസ്ക് ഈസ് എം, ടോട്ടൽ റേഡിയസ് ഓഫ് ദ ഡിസ്ക് ഈസ് ക്യാപിറ്റൽ ആർ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എൻറ്റയർ ഡിസ്കിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അറിയോ? റിങ്ങുകളായിട്ട് ഇമാജിൻ ചെയ്യുന്നു. കോൺസെൻട്രിക് റിങ്സ്, റിംഗ് നമ്പർ 1, റിംഗ് നമ്പർ 2, റിംഗ് നമ്പർ 3, റിംഗ് നമ്പർ 4, റിംഗ് നമ്പർ 5. ഇതാ ഒരു റിംഗ് നമ്പർ 5 എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ കുറേ റിംഗ് നമ്പർ 6. റിങ്ങുകളെ ചേർത്താണ് ആരുണ്ടാക്കിയതെന്ന് വിചാരിച്ചോളൂ, ഡിസ്ക് ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചോളൂ. ഇവിടെ ചെയ്ത പ്രൊസീജിയർ നോക്കൂ. നമുക്ക് ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? യു ഇമാജിൻ എ സ്മോൾ എലമെൻ്റൽ റിംഗ്. അതായത് ആ ഡിസ്കിൽ 6 ഡിസ്റ്റൻസ് അകലെ നിങ്ങളൊരു റിംഗ് ഇമാജിൻ ചെയ്യുന്നു. ഇതിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ, അതാണ് ഇവ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ലെങ്ത് എത്രയാണ്? DR ആണ് തിക്നെസ്. നമ്മളെടുക്കുന്ന ആ എലമെൻ്റൽ ആയിട്ടുള്ള റിങ്ങിൻ്റെ തിക്നെസ്സാണ് DR. അവിടേക്ക് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്? R എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ എലമെൻ്റൽ ആയിട്ടുള്ള അയാളുടെ മാസ് നമുക്ക് DM എന്നെടുക്കാം. DM ടോട്ടൽ മാസ് ഓഫ് ദ ഡിസ്ക് M ആണ്. അതിലെ ഒരു എലമെൻറ്റിൻ്റെ മാത്രം മാസാണ് DM. ആ DM എലമെൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ r. ആ DM എലമെൻറ്റിൻ്റെ തിക്നെസ് ആണ് DR. എല്ലാം ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ് നോക്കൂ? DM. അപ്പോൾ കൺസിഡർ എ ഡിസ്ക് ഓഫ് മാസ്, ടോട്ടൽ മാസ് ക്യാപിറ്റൽ M and radius capital R rotating about its geometrical axis. Choose an element of radius R, width DR. അപ്പോൾ അതിനെ മാസ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ എന്താണ്? DM is equal to total mass by ടോട്ടൽ ഏരിയ. നേരത്തെ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത് എടുത്തത്, ഇവിടെ അതിന് പകരം ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ഏരിയ എടുക്കുന്നു. ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? മൊത്തം ഏരിയ കിട്ടാൻ എന്താ ചെയ്യുക? πr², M by πr², മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഈ 2πr/dr. ആരാണ്? 2πr/dr എന്ന് പറയുമ്പോൾ ഇതാ ഈ കാണുന്ന ഈ പോർഷനിൽ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ നിങ്ങൾ കണ്ടല്ലോ, ആ പോർഷൻ്റെ ഏരിയയാണ്. അത് കിട്ടാൻ എന്താ ചെയ്യുക? നിങ്ങൾ നോക്കൂ, ഈ എലമെൻ്റ് അവിടെ നിന്ന് ഊരി എടുത്തു എന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് നിർത്തി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ എലമെൻറ്റിൻ്റെ മൊത്തം ലെങ്ത് എത്ര വരും? റിംഗ് ആയിരുന്ന സമയത്ത് അതിൻ്റെ റേഡിയസ് R ആണെങ്കിൽ ഈ ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും? 2πr അല്ലേ വരാം. അതിൻ്റെ തിക്നെസ് DR അല്ലേ. അപ്പോൾ 2πr × dr എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ എലമെൻറ്റിൻ്റെ ആ സർഫസിൻ്റെ ഏരിയ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ πr², നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പോലെ, അതായത് 2πr × dr. ഓക്കെ, ആ ഏരിയ ക്ലിയർ ആണല്ലോ അല്ലേ നിങ്ങൾക്ക്? അതായത് ആ എലമെൻറ്റിൻ്റെ സർഫസിൻ്റെ ഏരിയ എന്ന് വിചാരിച്ചോളൂ, വിസിബിളായി നമ്മൾ കാണുന്ന പോർഷൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ 2πr/dr, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് 2πr, ബ്രെഡ്ത്ത് dr. ഓക്കെ, ദെൻ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും DI ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? DM × R². R എന്ന് പറയുമ്പോൾ ആ എലമെൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് R. ഓക്കെ, ദെൻ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഓൾ ഡിസ്ക് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? I ഈസ് ഈക്വൽ ടു 0 to R DM × R². DM-ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 0 to R M by πr² × 2πr/dr × R². ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതാ പൈ കട്ടായി പോയി. പിന്നെ വരുന്നത് M by R². ഒരു 2 ഉണ്ടല്ലേ, 2M by R² കോൺസ്റ്റൻ്റ് ആണ്. അയാളെ നമ്മളിതാ ഇൻറ്റഗ്രലിന് പുറത്തോട്ട് എടുത്തു. ബാക്കി ആരാ വരുന്നത് ഇവിടെ? R × R². അപ്പോൾ R³ dr എന്ന് വരും. ഇൻറ്റഗ്രൽ R³ dr എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇറ്റ് ഈസ് R⁴/4 ആണ്. ബേസിക്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇൻറ്റഗ്രൽ R³ dr എന്ന് പറഞ്ഞാൽ R⁴/4. ശ്രമിച്ച് വെച്ചോളൂ. അതിതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, R⁴/4. ഇനി നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഏത് ലിമിറ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? പറയൂ, ഏത് ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യുക?
upper limit. So 2m by r square into r to the power 4 by 4 minus lower limit 0 ആയതുകൊണ്ട് അത് വാനിഷ് ആയിപ്പോയി അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിൽ r raised to 4 ഉണ്ട്, ഡിനോമിനേറ്ററിൽ r square ഉണ്ട്, 2 കട്ടായി. ഫൈനൽ റിസൾട്ട് ഈസ് mr square by 2. ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് mr square by 2. കണ്ടോ ഡിഫറൻസ്? റിംഗ് ആയിരുന്ന സമയത്ത് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് mr square. ഇവിടെ mr square by 2. എന്തുകൊണ്ടായിരിക്കും mr square by 2 ആയത്? നോക്കൂ, ആക്സിസ് റിംഗ് ആണെങ്കിൽ ദ എൻറ്റയർ മാസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ ആക്സിസ് അല്ലേ. എല്ലാ മാസുകളും r ഡിസ്റ്റൻസ് അകലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് mr square വന്നതെന്ന് വിചാരിച്ചോളൂ. അതേ എമൗണ്ട് മാസിനെ, ഈക്വൽ എമൗണ്ട് മാസിനെ നിങ്ങൾ എന്താക്കി മാറ്റി? ഡിസ്കാക്കി മാറ്റി. അപ്പോൾ ഡിസ്കാക്കി മാറ്റുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുറേ മാസ് പാർട്ടിക്കിൾസ് എവിടേക്ക് വരുന്നു? ആക്സിസ് ഓഫ് റൊട്ടേഷൻ അടുത്തേക്ക് വരുന്നത് പോലെയല്ലേ. സെയിം എമൗണ്ട് മാസമാണ് കേട്ടോ. റിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ മാസ് കൊണ്ട് നിങ്ങളൊരു ഡിസ്ക് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മോർ മാസ് പാർട്ടിക്കിൾസ് എവിടെ ഉണ്ടായിരിക്കും? ആക്സിസിന് ക്ലോസ് ആയിട്ട് വരില്ലേ. പാർട്ടിക്കിൾസ് ആക്സിസിന് ക്ലോസ് ആയി വന്നാൽ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറയും. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr square by 2 ആണ്. അപ്പോൾ സെയിം മാസുള്ള റിംഗ് ഡിസ്ക്, ആക്സിസും സെയിം, ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ഡിസ്ക് ഓർ റിംഗ്. അങ്ങനെയാണെങ്കിൽ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഹാഫേ വരുന്നുള്ളൂ ആർക്ക്? ഡിസ്കിന്. ഞാൻ പറഞ്ഞു രണ്ടുപേരുടെ എന്ത് സെയിം ആവണം? മാസ് സെയിം ആവണം, രണ്ടുപേരുടെയും റേഡിയസ് സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ കമ്പാരിസൺ പറയുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്ക് ഈസ് ഹാഫ് ദാൻ ദാറ്റ് ഓഫ് റിംഗ്. വീണ്ടും പറയുകയാണ്, ഈക്വൽ മാസ് ആവണം, സെയിം റേഡിയസ് ആവണം, എന്നാലേ പറ്റൂ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഡിസ്കിൻ്റെ വേറെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഡിസ്ക് എങ്കിൽ എബൌട്ട് ഡയമീറ്റർ പറയാം, ടാൻജൻറ്റ് പറയാം. ടാൻജൻറ്റ് രണ്ട് ടൈപ്പ് ടാൻജൻറ്റ് വരാം. ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിനും വരാം. ഇതാണ് ഡിസ്ക് എങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനും വരാം. കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ടുള്ള രണ്ട് തിയറംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതാ? പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. ഈ രണ്ട് തിയറംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ രണ്ടാളുകളെ നമ്മൾ പറഞ്ഞു കേട്ടോ, റിങ്ങും ഡിസ്കും. നമുക്ക് ഓരോന്നായി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ യൂണിഫോം റോഡ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ യൂണിഫോം റോഡ് എന്ന് പറയുമ്പോൾ ഒപ്പം നിങ്ങൾ ആക്സിസ് കൂടെ പറയണം കേട്ടോ. ആക്സിസ് ഇതാ ഇവിടെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആക്സിസുകൾ പോസിബിൾ ആണ്. ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. നിങ്ങൾ പറയൂ. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ദ തിൻ റോഡ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. കാരണം ആ പറയുന്നതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, ലെങ്ത്തിന് പെർപെൻഡിക്കുലർ അല്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ആക്സിസ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വേറെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരിക. അതുകൊണ്ടാണ് അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. ഞാൻ പറഞ്ഞുതരാം, നോക്കും. ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ. നമ്മൾ ഈ ടോട്ടൽ റോഡിൻ്റെ മാസ് നമ്മൾ m എന്നെടുത്തു. ടോട്ടൽ ലെങ്ത് ഫിഗറിലോട്ട് നോക്കൂ. L/2 + L/2. ടോട്ടൽ ലെങ്ത് എന്തായിട്ട് എടുത്തു? L ആയിട്ട് എടുത്തു. സെയിം പ്രൊസീജിയർ നമ്മളൊരു സ്മോൾ എലമെൻ്റൽ ലെങ്ത് എടുത്തു. ആ എലമെൻറ്റിൻ്റെ ലെങ്ത്, തിക്നെസ്, നോട്ട് തിക്നെസ്, എലമെൻ്റൽ ലെങ്ത് നമ്മൾ dx എന്നെടുത്തു. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദി ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഈ എലമെൻറ്റിൻ്റെ മാത്രം, അതായത് ഈ കാണുന്ന എലമെൻറ്റിൻ്റെ മാത്രം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആദ്യം കാണും. എന്നിട്ട് ടോട്ടൽ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതല്ലേ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ. ഇപ്പം നോക്കൂ, dm. എങ്ങനെയാണ് dm കാണാം? dm എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റിൻ്റെ മാസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ റോഡ് ബൈ ടോട്ടൽ ലെങ്ത് ഇൻറ്റു ദാറ്റ് എലമെൻ്റൽ ലെങ്ത്. നമ്മൾ പഠിച്ചുള്ള കേഷൻ ലീനിയർ ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത്, മാസ് ബൈ ലെങ്ത് ഇൻറ്റു റിക്വയർഡ് ലെങ്ത്. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാനുള്ള ടെക്നിക്ക് എന്താ? ഇൻ്റഗ്രൽ 0 to L/2 ഇൻറ്റു dm ഇൻറ്റു r², അല്ലെങ്കിൽ dm ഇൻറ്റു x². ഇവിടെ എന്തുകൊണ്ടാണ് 2 ടൈംസ്? രണ്ട് സൈഡിലോട്ടും ഉണ്ട്. കാരണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എവിടുന്ന് എവിടേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും? അതായത് 0 ആക്കി എടുത്താൽ -L/2 തൊട്ട്
പ്ലസ് L/2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ എന്താ വെച്ചാൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യം കാണുന്നു, ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യം കാണുന്നു, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ലിമിറ്റ് നമ്മൾ 0 to L/2 കൊടുത്തതുകൊണ്ട് ഫ്രണ്ടിലൊരു 2 വന്നിട്ടുണ്ട്. 2 വരാനുള്ള കാരണം രണ്ട് സൈഡിലോട്ടും വേറെ വേറെ കണ്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഡി എം എന്ന് പറയുമ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ആ എലമെൻ്റൽ ലെങ്ത്തോട്ടുള്ള ഡിസ്റ്റൻസ്. സിമെട്രിക്കായിട്ട് ഈ സൈഡിലുള്ളതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് കണ്ട് നമുക്ക് ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഒരെണ്ണത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ M/L കോൺസ്റ്റൻ്റ് ആണ്, പുറത്ത് വന്നു. ഡി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു x³/3 എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ഇതാ x³/3, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് L/2. അപ്പോൾ നമുക്ക് mL²/12 എന്ന് വരും. mL²/12. ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഓൾറെഡി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എന്ത് ചെയ്താൽ മതി, 0 to L/2 ലിമിറ്റ് കൊടുക്കുന്നതിന് പകരം -L/2 to +L/2 ലിമിറ്റ് കൊടുത്താൽ മതി. ചില ബുക്കുകളിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും കേട്ടോ. രണ്ടും ശരിയാണ്. അതായത് ടോട്ടലി ഒരുമിച്ച് കാണാം, അല്ലെങ്കിൽ ആദ്യം ഒരു പാർട്ടിൻ്റെ കാണുന്നു, ദെൻ വേറൊരു പാർട്ടിൻ്റെ കാണുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. കാരണം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒരു സ്കേലാർ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, വെക്ടോറിയൽ അല്ല ആഡ് ചെയ്യുന്നത്. അതായത് ഒരാളുണ്ടെങ്കിൽ മറ്റൊരാളുടെയും കൂടെ കിട്ടാൻ ഐഡൻറ്റിക്കൽ ഷേപ്പും സൈസും ആക്സിസും ആണെങ്കിൽ രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഓർമ്മിച്ച് വെച്ചോളൂ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ റോഡ് about an axis passing through center and perpendicular to its length is mL²/12. mL²/12. റിങ് mR². ഒപ്പം ആക്സിസ് പറയണം. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഡിസ്ക് mR²/2. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. റോഡ് mL²/12. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ലെങ്ത് ഓഫ് ദ റോഡ്. ഇനി നോക്കൂ നിങ്ങൾ, അതായത് ഇവിടെയാണ് നമ്മൾ ആക്സിസ് ചൂസ് ചെയ്തതെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്നതിന് പകരം ഇവിടെ ആക്സിസ് ചൂസ് ചെയ്താൽ mL²/3 എന്നാണ് വരിക. അതും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു എളുപ്പവഴി വരാൻ പോകുന്നുണ്ട്. സെൻറ്റർ ഓഫ് മാസിലൂടെ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാമെങ്കിൽ വേറെ ഏത് ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനും തിയറംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് ഏത് ഉപയോഗിക്കാം, പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞ റിങ്ങിലോട്ടും ഡിസ്കിലോട്ടും റോഡിലോട്ടൊക്കെ വീണ്ടും നമ്മൾ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണം നന്നായിട്ട് വായിച്ചിട്ട് വയ്ക്കൂ. അടുത്ത ക്ലാസ്സിൽ തിയറംസ് പഠിപ്പിച്ചതിന് ശേഷം മോർ അറേഞ്ചുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ടിൽ ദെൻ ബൈ.